നമസ്കാരം. പലതും പറയാം. ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ ഒരു പഴയ മലയാള ചലച്ചിത്ര ഗാനത്തിൻ്റെ ഒരു ആസ്വാദനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിലത്തെ രചന ആസ്പദമാക്കി ഞാൻ ആസ്വദിക്കുന്നു. നിങ്ങൾക്കും എൻ്റെ കൂടെ അതിൽ പങ്കുചേരാം. ഈ നമ്മൾ വിവരിക്കാൻ പോകുന്ന പാട്ടിൽ 2 വേർഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതായത് ഒന്ന് മലർക്കുയിൽ, വേറൊന്ന് പ്രേമലതിക. അപ്പോൾ ഈ വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഒരു പഴയ ചലച്ചിത്രഗാനം കണ്ടുപിടിക്കാൻ നിങ്ങൾ കൂടി ഒന്ന് ശ്രമിച്ചു നോക്കൂ, ജസ്റ്റ് ഒരു തമാശയ്ക്ക്. അപ്പോൾ ഏതാണ് ആ ഗാനമെന്ന് പിടികിട്ടിയോ? 1969 ഇറങ്ങിയ അനാച്ഛാദനം എന്ന സിനിമയിലേതാണ് ഈ ഗാനം. വയലാർ എഴുതി ദേവരാജൻ മാഷ് സംഗീതം കൊടുത്ത് സുശീലാമ്മ പാടിയ മനോഹരമായ ഒരു ഗാനമാണ് ഇത്. മിഴി മീൻ പോലെ മൊഴി തേൻ പോലെ മിഴി മീൻ പോലെ മൊഴി തേൻ പോലെ. പാട്ട് പിടികിട്ടില്ലേ? വയലാറിൻ്റെ പ്രൗഢഗംഭീരങ്ങളായ മറ്റു പാട്ടുകൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ പാട്ടിൽ കവിതാംശം കുറവാണ്. പിന്നെ ഈ പാട്ട് ഇന്നത്തെ എപ്പിസോഡിൽ എടുക്കാൻ കാരണം മറവിയിലാണ്ടുപോയ പഴയ നല്ല ഗാനങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ കൂടിയാണ്. സുശീലാമ്മയുടെ അൺപാരലൽഡ് സ്വരമാധുരിയും ദേവരാജ സംഗീതവും ഈ പാട്ടിനെ ഉയരങ്ങളിലെത്തിക്കുന്നു, നിസ്സംശയം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടി ഈ പാട്ടിനെക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അത് വഴിയെ പറയാം. അനാച്ഛാദനം സിനിമ ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ പ്രിൻറ്റും യൂട്യൂബിൽ തിരഞ്ഞു നോക്കിയിട്ട് കാണാനില്ല. അതുകൊണ്ട് ഈ പാട്ടിൻ്റെ രംഗപശ്ചാത്തലം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. സിനിമയുടെ കഥയുടെ രത്നച്ചുരുക്കം ഗൂഗിൾ തപ്പി എനിക്ക് വായിക്കാൻ പറ്റി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നായിക നായകനെ അതിയായി പ്രേമിക്കുന്നു. അതൊരു വൺ വേ പ്രേമമാണോ എന്ന് സംശയമുണ്ട്. നായകൻ വേറൊരു സ്ത്രീയുമായി സൗഹൃദത്തിലുമാണ്. ഈ ഒരു ചുറ്റുപാടിൽ നായിക നായകൻ്റെ സൗന്ദര്യം വർണ്ണിക്കുന്നതും സമാഗമം സാധ്യമാവുകയാണെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് വിവരിക്കുന്നതും ആണ് ഈ പാട്ടിൻ്റെ കാതൽ. ഇനി ഇതിനനുബന്ധമായി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഒരു സ്ത്രീയുടെ മനസ്സിലുള്ള പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങളും വികാര ബഹിർസ്ഫുരണങ്ങളും ആണ് ഈ പാട്ടിൻ്റെ പ്രതിപാദ്യം. പക്ഷേ ഇത് എഴുതിയത് ഒരു പുരുഷനാണ്, വയലാർ രാമവർമ്മ. ഒരു പുരുഷന് ഒരു സ്ത്രീയുടെ മനസ്സിലുള്ള ഇത്തരം ഭാവനകൾ എത്രത്തോളം ആക്യുറേറ്റായി കവിതയിൽ പ്രതിഫലിപ്പിക്കാനാവും എന്നാണ് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം. ആ സമർത്ഥതയിൽ നിന്നല്ലേ പെണ്ണെഴുത്തുകൾ എന്ന ഒരു കാറ്റഗറി മലയാള സാഹിത്യത്തിൽ വന്നത്. സാറ ജോസഫ്, CS ചന്ദ്രിക, മാധവിക്കുട്ടി, ഇതെല്ലാം ചില ഉദാഹരണങ്ങൾ. അപ്പോൾ സാഹിത്യത്തിൽ അങ്ങനെ ഒരു ചലനം വന്നെങ്കിലും പഴയ മലയാള സിനിമാ ഗാനമേഖലയിൽ സ്ത്രീരചന ഒട്ടും ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ കവയത്രികൾ നമുക്ക് ധാരാളം ഉണ്ട് താനും. മാധവിക്കുട്ടി, ബാലാമണിയമ്മ, ലളിതാംബിക അന്തർജനം, വിജയലക്ഷ്മി, അങ്ങനെ ഒട്ടനവധി കവയത്രികൾ നമുക്കുണ്ട്. പക്ഷെ ഇവരാരും സിനിമാ ഗാന മേഖലയിൽ വന്നില്ല. അതിൻ്റെ ഒരു കുറവ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. സ്ത്രീയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വരുന്നതായി സങ്കല്പിച്ച ഒട്ടനവധി പാട്ടുകൾ നമുക്കുണ്ട്. പക്ഷേ അതെല്ലാം എഴുതിയത് പുരുഷന്മാരാണെന്ന് മാത്രം. അതിനാൽ അത് എത്രത്തോളം യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നു എന്നുള്ളത് ചിന്തനീയമാണ്. അത് സ്ത്രീകൾക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. മിഴിമീൻ പോലെ മൊഴി തേൻ പോലെ മുഖം ചന്ദ്രബിംബം പോലെ കാമുകൻ പ്രിയ കാമുകൻ അവൻ കാ
കാമദേവനെ പോലെ. മിഴി മീൻ പോലെ, മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കണ്ണുകൾ. നമ്മൾ സ്ത്രീനാമത്തിൽ മീനാക്ഷി എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മീനിൻ്റെ ആകൃതിയുള്ള അക്ഷികളോട് കൂടിയവൾ. പക്ഷെ ഇത് സ്ത്രീ പുരുഷ സൗന്ദര്യത്തിനെ കുറിച്ചാണ് ഈ പദം ഉപയോഗിക്കുന്നത്. മിഴി മീൻ പോലെ, അത് എത്രത്തോളം ശരിയാവും എന്നുള്ളത് അറിയില്ല. മൊഴി തേൻ പോലെ, അത് പിന്നെ നമുക്ക് സമ്മതിക്കാം. തേനൂറും മൊഴികൾ, നല്ല മധുരമുള്ള വാക്കുകൾ, അതിൽ തെറ്റില്ല. തേൻമൊഴി, മധുമൊഴി എന്നൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് അല്ലേ? നല്ലൊരു ക്വാളിറ്റിയാണ് അത്. അപ്പം മിഴി മീനിനെ പോലെയും മൊഴി തേനൂറുന്നതുമായ കാമുകൻ, ആ നായകൻ അങ്ങനെയുള്ള ഒരാളാണ്. അടുത്തതാണ് കുറച്ച് കൺട്രവേഴ്സ്യൽ. മുഖം ചന്ദ്രബിംബം പോലെ. അത് പഴയ കാലം മുതൽക്കേ ചന്ദ്രനെ ഒരു സൗന്ദര്യ പ്രതീകമായിട്ട് ആൾക്കാർ കണക്കാക്കിയിട്ടുണ്ട്. ചന്ദ്രൻ്റെ സൗന്ദര്യം, പൂർണ്ണചന്ദ്രനായിട്ട് ആ വട്ടമുഖവും ആ നിറത്തിൻ്റെയും ചേർന്നിട്ടുള്ളൊരു സൗന്ദര്യ സങ്കല്പമാണ് പൂർണ്ണചന്ദ്രൻ നല്ലൊരു സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിട്ട് മാറുന്നത്. അപ്പോൾ അതിൽ ഈ രീതിയിൽ ഉപയോഗിക്കുന്നു. മുഖം പൂർണ്ണചന്ദ്രനെ പോലെയാണ്. കാമുകൻ, പ്രിയ കാമുകൻ, അവൻ കാമദേവനെ പോലെ. അടുത്തൊരു സൗന്ദര്യ പ്രതീകമാണ് കാമദേവൻ. കാമദേവനെ പോലെയാണ്. അതായത് പുരുഷന്മാരിൽ ഏറ്റവും സമ്പൂർണ്ണതയിലെത്തിയ, അല്ലെങ്കിൽ പുരുഷ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണ് കാമദേവൻ. അപ്പോൾ കാമദേവനെ പോലെ എന്നുള്ളത് നമുക്ക് വളരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാവുന്നൊരു പ്രതീകമാണ്. കാമദേവനെ പ്രേമത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു പ്രേമസ്വരൂപനാണ് കാമദേവൻ. പ്രേമ രംഗങ്ങളിൽ ഈ കാമദേവൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും ഉണ്ട്. മനസ്സൊരുദ്യാനം, അതിൽ മലർക്കുയിലായി ഞാൻ പറക്കും. മനസ്സിനെ ഒരു ഉദ്യാനമായി സങ്കല്പിച്ചാൽ അതിലൂടെ കുയിലായിട്ട് ഞാൻ പറക്കും. അത് സങ്കല്പത്തിൽ നമുക്ക് എന്തു വേണമെങ്കിൽ ആവാം അല്ലേ? മനസ്സിനെ ഒരു ഉദ്യാനമായി സംബന്ധിച്ച് ആ ഉദ്യാനത്തിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാം. വളരെ സിമ്പിളായിട്ടുള്ള വരികളാണ്. ഓമാവൃതമാം മാറിൽ ഒരു പ്രേമലതികയായി പടരും ഞാൻ പടരും. പണ്ടുകാല മലകൾ മറ്റൊരു പുരുഷ സങ്കല്പമാണ് രോമാവൃതമായ മാറ്. ഒരു പുരുഷ സൗന്ദര്യത്തിൻ്റെ ഒരു ഉത്തമ ലക്ഷണമായിട്ട് പണ്ട് മുതൽക്കേ വിവരിച്ചു വരുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പോൾ ആ മാറിൽ ഒരു പ്രേമലതിക, പ്രേമത്തിൻ്റെ ഒരു വള്ളിയായിട്ട് പടർന്നു കയറുന്നതാണ്. ഓരോ ഭാവനകളാണത്. സമാഗമം സാധ്യമാവുകയാണെങ്കിൽ അതെല്ലാം ചെയ്യും എന്ന് നായികയുടെ സങ്കല്പത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുക. നിറഞ്ഞ താരുണ്യം, അതിൽ നിറമധുവായി ഞാൻ പതയും. നിറഞ്ഞ താരുണ്യം, അതായത് ഈ പാട്ട് പാടുന്ന നായികയ്ക്ക് അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ നായിക വളരെ യൗവനയുക്തയായി താരുണ്യത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു പ്രായത്തിലാണ്. അപ്പോൾ നിറഞ്ഞ താരുണ്യമാണ്. അതിൽ നിറമധുവായി ഞാൻ പതയും എന്നാണ്. ഉന്മാദ നിമിഷങ്ങളിലെല്ലാം എപ്പോഴും കാണുന്ന ഒരു അവിഭാജ്യ ഘടകമാണ് മധുചഷകം, മദ്യത്തിൻ്റെ ചഷകങ്ങൾ. നിറമധുവായി ഞാൻ പതയും. ആ പതയും എന്നുള്ള വാക്ക് അതുമായിട്ട് കൂടി നമ്മൾ ബന്ധിപ്പിക്കാൻ പറ്റും. എപ്പോഴും ഈ മദ്യങ്ങളെല്ലാം നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ അതിങ്ങനെ പത വരുമല്ലോ, ഏത് ടൈപ്പാണെങ്കിലും. അപ്പോൾ അതും ഒരു സൂചിപ്പിക്കുന്നുണ്ട്. ആരാധികയായി അരികിൽ അനുരാഗ വിവശയായി നിൽക്കും ഞാൻ നിൽക്കും. അതായത് ആരാധന ഇതിലിപ്പോൾ ഈ സിനിമയിലത്തെ പ്രത്യേക സന്ദർഭത്തിൽ ഈ നായികയ്ക്ക് നായകനോട് ഭയങ്കര ആരാധനയാണ്. അപ്പോൾ ആരാധികയായിട്ട് നിൽക്കും. ഇങ്ങനെ ഒരു സമാഗമം സാധ്യമാവുകയാണെങ്കിൽ, നേരിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ ആരാധികയായി ഞാൻ എടുത്തു നിൽക്കും. അനുരാഗ വിവശയായി, വിവശ എന്ന് പറഞ്ഞാൽ വീക്ക് എന്നുള്ള അർത്ഥമാണ്. ആ ഒരു ഫുൾ ജോറിലുള്ളതല്ല. അപ്പോൾ അനുരാഗം വരുമ്പോൾ എപ്പോഴും മനുഷ്യൻ ദുർബലനാവും. ആ ഒരു ഇതിൻ്റെ ആലസ്യത്തിൽ അത് സൂചിപ്പിക്കാനാണ് ഈ വാക്ക്. അനുരാഗ വിവശയായി, അതായത് ഈ നായകനെ അടുത്ത് കാണുമ്പോഴേക്കും ആ ആരാധന ഒരു സൈഡിൽ, അനുരാഗത്തിൻ്റെ വിവശത അത് മറ്റേ സൈഡിൽ. അപ്പോൾ അനുരാഗ വിവശയായി ഞാൻ നിൽക്കും. അങ്ങനെ ആരാധനയോടും അനുരാഗ വിവശതയോടും കൂടി ഞാൻ അടുത്ത് നിൽക്കും. വളരെ സിമ്പിളായിട്ടുള്ള വരികളാണ്. മിഴിമീൻ പോലെ
മൊഴിത്തേൻ പോലെ മുഖം ചന്ദ്രബിംബം പോലെ കാമുകൻ പ്രിയ കാമുകൻ അവൻ കാമദേവനെ പോലെ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇതിൽ തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ കറക്ഷനോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദയവേത് കമൻസ് ബോക്സിൽ അത് രേഖപ്പെടുത്തണം. അതെനിക്ക് ഭാവിയിൽ കൂടുതൽ നല്ല വീഡിയോ ചെയ്യാൻ ഉപകാരപ്പെടും. പിന്നെ ഈ ടൈപ്പ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുടെ ഇടയിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുകയും വേണം. ഇനിയും ഇത് കണ്ടിട്ട് ഇനിയും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.